പ്രിയം നിറഞ്ഞവരെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവപൂർവം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. വൈലുൽ ലിമൻ ലാ യറാനി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നെ കണ്ടുമുട്ടാത്തവർക്ക് നാശമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാലത്ത് ആയിഷത്തു, പ്രിയപത്നി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, വമൻ ലാ യറാക യാ റസൂലല്ലാഹ്, ഓ തിരുദൂതരെ, അങ്ങയെ കാണാത്തവരാരാണ്? ഖാൽ, മുത്തുനബിയുടെ മറുപടി, അൽ ബഖീൽ, വല്ലാത്ത പിശുക്കൻ എന്നെ കാണില്ല. ഖാലത്ത്, വീണ്ടും ആയിഷമ്മയുടെ ചോദ്യം, വമനിൽ ബഖീൽ, ആരാണ് ആ വലിയ പിശുക്കൻ? ഖാൽ, മുത്തുനബിയുടെ മറുപടി, അല്ലദീ ലാ യുസല്ലി അലയ്യ ഇദാ സമിഅ ബിസ്മി, എൻ്റെ നാമം കേട്ടിട്ടും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ ആരാണോ അവൻ എന്നെ അന്ത്യനാളിൽ കാണാൻ സാധിക്കുകയില്ലെന്ന് ലോകൈക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലണേ. അല ഉനബ്ബിഉകും ബി അബ്ഖലിൽ ബുഖല, പിശുക്കന്മാരിൽ ഏറ്റവും വലിയ പിശുക്കനെ നിങ്ങൾക്കറിയുമോ എന്നും മുത്തുനബി ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തുനബി തന്നെ പറഞ്ഞു കൊടുക്കുന്നു, മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ നാമം പറയപ്പെട്ടിട്ട് എനിക്ക് സ്വലാത്തു ചൊല്ലാത്തവൻ അവനാണ് അബ്ഖലുൽ ബുഖല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനാകുന്ന അൽ അല്ലാമ ഇബ്നു ഹജർ റഹിമഹുല്ലാ അവിടുത്തെ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ 60ാമത്തെ വലിയ വൻകുറ്റങ്ങളായിക്കൊണ്ട് മഹാനുഭാവൻ എണ്ണുന്നത് തർക്കുസ്സലാത്തി അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ സമാഇ ദിക്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ നാമത്തെ പറയപ്പെട്ട സ്ഥലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിനെ ഉപേക്ഷിക്കുന്നവൻ അവനെ വലിയ തെറ്റു ചെയ്യുന്നവനാണെന്ന് അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ റഹിമഹുല്ല ഉദ്ധരിക്കുന്നുണ്ട്. നാം പറഞ്ഞ സംഭവം അഫ്ളലുസ് സ്വലവാത്ത് അലാ സയ്യിദിസ് സാദാത്ത് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണുകയും ചെയ്യാം. നാഥൻ തുണക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, മുഅ്മിനേ, നാം മുഅ്മിനാകുന്നത് അവിടുത്തോടുള്ള മഹബ്ബത്ത് കൊണ്ട് മാത്രമാണ്. പുത്തൻവാദികളുടെ ജൽപ്പനങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.